നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഓഹരി വിപണിയിൽ ഇപ്പോൾ ഒരു പൂരക്കാലമാണോ എന്ന് നമുക്ക് സംശയിക്കാം. എന്തായാലും സെക്കൻഡറി മാർക്കറ്റ് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രൈമറി മാർക്കറ്റിലും ഇപ്പോൾ വളരെയധികം ഓഹരികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും. ഉദാഹരണത്തിന് ഈ ആഴ്ചയിൽ തന്നെ 3 ഓഹരികളാണ് IPO രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഒന്ന് രത്നവീർ പ്രിസിഷൻസ് ആൻഡ് എഞ്ചിനീയറിങ്, അത് കൂടാതെ ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ, ഇപ്പോൾ ഇതാ EMS ലിമിറ്റഡ് എന്ന പേരിൽ, EMS എന്നുള്ള പേര് മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. ഇപ്പോൾ EMS ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ് IPO രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് ജലസംഭരണ ശുദ്ധീകരണ വിതരണ രംഗത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ ഇഷ്യൂ സെപ്റ്റംബർ 8 മുതൽ 12 വരെയാണ്. ഈ ഇഷ്യൂ 321.24 കോടി രൂപയ്ക്കുള്ളതാണ്. ഇതിൽ 146.24 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. എന്തായാലും EMS എന്ന നമുക്ക് സുപരിചിതമായ പേരുള്ള ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആദ്യം EMS ഇൻഫ്രാകോൺ എന്നറിയപ്പെട്ടിരുന്ന EMS ലിമിറ്റഡ് എന്ന ഈ കമ്പനി 2012 രൂപം കൊള്ളുന്നു. കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വാട്ടർ സപ്ലൈ സിസ്റ്റംസ്, പിന്നെ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ റോഡ് ആൻഡ് അലൈഡ് വർക്ക്, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വേസ്റ്റ് വാട്ടർ സ്കീം പ്രോജക്ട്സ്, പിന്നെ വാട്ടർ സപ്ലൈ സ്കീം, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് കമ്പനി നടത്തുന്നത്. ഇതെല്ലാം തന്നെ മിക്കവാറും ഗവൺമെൻറ് ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടാണ്, ഗവൺമെൻറ് അതോറിറ്റീസിന് വേണ്ടിയിട്ടാണ്. അതായത് സ്യൂവേജ് ട്രീറ്റ് പ്ലാന്റ്സ്, സ്യൂവേജ് നെറ്റ്വർക്ക് സ്കീംസ്, കോമൺ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതുകൂടാതെ പമ്പിംഗ് സ്റ്റേഷൻസ്, പിന്നെ ഈ വലിയ പൈപ്പുകളുടെ ലേയിങ്, ഇങ്ങനെയൊക്കെയുള്ള വർക്കുകളെല്ലാം ഈ കമ്പനി EMS ലിമിറ്റഡ് എന്ന ഈ കമ്പനി ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ സ്വന്തം സിവിൽ കൺസ്ട്രക്ഷൻ ടീം എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ടീമാണ്. അതായത് 60ഓളം എഞ്ചിനീയർമാരടങ്ങുന്ന, പിന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫും അടങ്ങുന്ന വലിയൊരു സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ടീം കമ്പനിക്കുണ്ട്. അത് കൂടാതെയാണ് തേർഡ് പാർട്ടി കൺസൾട്ടൻസ്, അവരുടെ സപ്പോർട്ടും കൂടി കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 13ഓളം വലിയ പ്രൊജക്റ്റുകളാണ് കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ് കമ്പനിയുടെ പ്രൊജക്റ്റുകൾ. രാംവീർ സിംഗും ആശിഷ് തോമറുമാണ് കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ്. അവരുടെ കൈവശമാണ് ഓൾമോസ്റ്റ് 100% ഓഹരികളും ഇഷ്യൂവിന് മുമ്പ്. 50ലധികം പ്രൊജക്റ്റുകൾ ഇപ്പോൾ കമ്പനി തീർത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ 250 ബില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ്, സുവേജ് വാട്ടറാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകം 1000 കിലോമീറ്ററിലധികം സുവേജ് പൈപ്പ് ലൈൻ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 കിലോമീറ്ററിലധികം പവർ ലൈൻസ് കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്, പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട്, ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. ഈ ഇഷ്യൂ വഴി ലഭിക്കുന്ന ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന പണം അവർ വിനിയോഗിക്കുന്നത് 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് ഒന്ന് അവരുടെ പ്രവർത്തന മൂലധനത്തിന് വേണ്ടിയിട്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ടും, മറ്റ് കമ്പനിയുടെ മറ്റ് ചെലവുകൾക്ക് വേണ്ടിയിട്ടും. അല്ലാതെ മറ്റ് കടബാധ്യതകൾ തീർക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കമ്പനി ഈ കിട്ടുന്ന ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന പണം വിനിയോഗിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കാം. 2021 മുൻവർഷത്തെ അപേക്ഷിച്ച് അല്പം കുറവ് അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ സംഭവിച്ചിട്ടുണ്ട്. മുൻവർഷം 72.43 ആയിരുന്നെങ്കിൽ 2021 71.91 കോടിയായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം നമുക്കറിയാം, അത് കോവിഡിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. അടുത്ത വർഷം നോക്കൂ, 363.1 കോടിയായിരുന്നു അവരുടെ റവന്യൂ എങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 78.93 വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത വർഷം 543.28 കോടിയാണ് അവരുടെ റവന്യൂ എങ്കിൽ ലാഭം 108.85 കോടിയായിട്ട് അതും നല്ല വർധനവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആകെ 2021 മാത്രം മുൻവർഷത്തെ അപേക്ഷിച്ച് അല്പം കുറവ്. അത് കോവിഡിൻ്റെ സമയത്തുള്ള ബിസിനസ്സിൽ വന്നിട്ടുള്ള കുറവ് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മൊത്തത്തിൽ ഈ കമ്പനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോഴത്തേക്കും വളരെ മികച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇനി നമുക്ക് കമ്പനിയുടെ വാലുവേഷൻസ് ലിസ്റ്റഡ് പിയർ കമ്പനികളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. EMS ലിമിറ്റഡിൻ്റെ EPS 16.82 ആണ്. NAV പെർ ഷെയർ 247.48 എന്നാണ്. പിയർ കമ്പനി ആയിട്ടുള്ള VA ടെക് വാഗ്ബാഗ് ലിമിറ്റഡ് 21.21 അതിൻ്റെ EPS. പിന്നെ പെർ ഷെയർ NAV കാണിക്കുന്നത് 27.96. പിന്നെ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള അതിൻ്റെ മറ്റൊരു പിയർ കമ്പനിയാണ്. അതിൻ്റെ EPS 13.49 എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ NAV കാണിക്കുന്നത് 80.89 പെർ ഷെയർ എന്നുമാണ്. കേഫിൻ ടെക്നോളജീസ് ആണ് ഇതിൻ്റെ രജിസ്ട്രാർ EMS ലിമിറ്റഡിൻ്റെ. അതുപോലെ തന്നെ ലീഡ് മാനേജേഴ്സ് കമ്പാട്ട സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. നമുക്കിനി IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. സെപ്റ്റംബർ 8 മുതൽ 12 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 200 രൂപ മുതൽ 211 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ്. 146.24 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളും 175 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലുമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 321.24 കോടി രൂപയ്ക്കുള്ളതാണ്. 71 ഓഹരിയാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. 50% ഓഹരികൾ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നത്. 15% ഓഹരികൾ HNIസിനും ബാക്കി 35% ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് വരുന്നത്. 10 രൂപയാണ് ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയറാണിത്. ഇനി നമുക്ക് അതിൻ്റെ ഡേറ്റുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ 15-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് വരിക. റീഫണ്ട് 18-ാം തീയതിയും ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് 20-ാം തീയതിയും വരുന്ന ഈ ഷെയർ 21-ാം തീയതി സെപ്റ്റംബർ മാസത്തിൽ ആണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയമുള്ളവരോട് നമുക്ക് പറയാനുള്ളത്, ഇത് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ വാട്ടർ അതോറിറ്റി നമ്മളിവിടെ പറയുന്ന പോലെ തന്നെയുള്ള അവരുടെ ജല വകുപ്പുകളുടേതായ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും കാഴ്ചവെക്കുന്നത്. അതും വേൾഡ് ബാങ്ക് ഫണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. വലിയ പൈപ്പുകളുടെ ലേയിങ്ങും സ്വേജ് പൈപ്പുകളുടെ പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാനും ജലവിതരണങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബിസിനസ്സാണ് ഈ കമ്പനി നിർവഹിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് ലോങ് ടൈം ആയാലും മിഡ് ടൈം ആയാലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതൊരു നല്ല കമ്പനിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡും കാണിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് നിക്ഷേപിക്കാവുന്ന ഒരു ഓഹരിയായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. നിങ്ങൾ ഇതുവരെ വാച്ച് ചെയ്തത് EMS ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ പഠിക്കരുത്, കമൻറ്റ് ചെയ്യാൻ പഠിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ രീതിയിലും നിങ്ങൾ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.